ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ജർമ്മനി, പിന്നെ പാരീസും, പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാട്ട്സ് ഇൻ മൈ ക്യാമറ ബാഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അതൊരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലോവർ പ്രോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാഗാണ്. അപ്പം ഇത് മെയിനായിട്ട് ക്യാമറയും ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, നമ്മുടെ മെമ്മറി കാർഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ, വയറുകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ എന്തൊക്കെ, ഞാൻ ഏകദേശം 3 ക്യാമറയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ സ്പേസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിലിം ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഫിലിമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഫിലിമൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്, പോർട്രൈറ്റ് 800. അപ്പോൾ ഒരു ഫിലിം ക്യാമറ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ BM-PCC OG എന്ന് പറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ പാക്കേജാണ്. നല്ല ക്വാളിറ്റിയാണ് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം പക്ഷേ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ഒരു സിനിമാറ്റിക് ലുക്ക് കിട്ടും ഇതിലെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ക്യാമറ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് ഒരു ഫിലിം ക്യാമറ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അപ്പം ഫുജി ഫിലിം X-Pro 2 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് കോഫി ഷോപ്പിലോ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകുമ്പം എന്താ പറയുക, വലിയ ബൾക്കായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, സാധാരണ ഒരു ടൂറിസ്റ്റിനെ പോലെ ചെറിയ ഇങ്ങനെ ഒരുപാട് മുഴച്ച് നിൽക്കത്തില്ല ഈ ക്യാമറ. അപ്പോൾ ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വീഡിയോസ് മാത്രം എടുക്കുന്നുണ്ട്, ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പോകുമ്പോൾ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ഒരു 50 mm ലെൻസാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഇതിൻ്റെ ഒരു ലെൻസും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെൻസ്. അപ്പോൾ 23 mm ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് ഇതെല്ലാം. പക്ഷെ എന്നാലും നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ട്രിപ്പ് പോകുന്നത്. പിന്നെ എൻ്റെ കയ്യിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. സാംസങ്ങിൻ്റെ T7 എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക്കാണ്. ഇത് നിലത്തൊന്നും വീണ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മുടെ ലാപ്പിലധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പം ഇത്ര ഐറ്റം. പിന്നെ അതിൻ്റെ എന്താ പറയുക, ക്യാമറയുടെ ചാർജറുകളും ബാറ്ററി ചാർജറുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ ഉണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അതിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇത് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയും കൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തൂക്കി പിടിച്ച് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്യാമറയായിട്ട് ഇത്ര ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് ഒരു ലാപ്പും പിന്നെ ഒരു ടാബും വെക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ടാബൊന്നും എടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു ലാപ്പാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മുടെ 14 mm മാക്ബുക്കാണിത്. മാക്ബുക്കിൻ്റെ എയർ മോഡലാണ് ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്നത്. അപ്പം എന്താ പറയുക, ഇത് അത്യാവശ്യം ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും ചെറിയ ലാപ്പ്. അപ്പം ഡാവിഞ്ചി ഒക്കെ നല്ല സ്മൂത്തായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ട്രാവൽ സെറ്റപ്പ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഒരു 7-8 കിലോ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിൽ അത്യാവശ്യം നമുക്ക് സപ്പോർട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു ഇത് ഇടാം. അപ്പോൾ നമ്മുടെ നടുവിനും ഒക്കെ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. അപ്പം ബാക്കിലും അത്ര സീൻ വരത്തില്ല. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഈ എന്താ പറയുക, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ബാക്കിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് അടിച്ചു മാറ്റാനൊക്കെ ചാൻസ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇതാണ് വാട്ട്സ് ഇൻ മൈ ക്യാമറ ബാഗ്. അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.